സിവിൽ ലോയിൽ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ എന്തൊക്കെയാണ് പറയുന്നത്? രാജ്യാന്തര ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ എന്തൊക്കെ പറയും? ഭരണഘടനാപരമായ അവകാശങ്ങളെ കുറിച്ച് പറയും. ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് പറയും. അടുത്തത്, ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓൺ ദ പാർട്ട് ഓഫ് എ മെഡിക്കൽ പ്രാക്ടീഷണർ. മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാ? ഡോക്ടർ. ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് എ മെഡിക്കൽ പ്രാക്ടീഷണർ, ഒരു ഡോക്ടറുടെ നെഗ്ലിജൻസ് കൊണ്ട്, അനാസ്ഥ കൊണ്ട്, ദ പേഷ്യന്റ് സഫേർഡ് ഹ്യൂജ് ലോസ്, ഒരു രോഗിക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടായി, കഷ്ടവും ഉണ്ടായി, നഷ്ടവും ഉണ്ടായി. ദ പേഷ്യന്റ് മീൻ ടു സീക്ക് കോമ്പൻസേഷൻ ഫ്രം ദ ഡോക്ടർ, ഡോക്ടറിൽ നിന്ന് നഷ്ടപരിഹാരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഹീ ക്യാൻ അപ്രോച്ച് ഡാഷ്, ഏതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഏതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റെഡ്രസൽ ഫോറം. 87 അല്ലേ? കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ ഫോറം. എന്തുകൊണ്ടാ? ഡോക്ടർ പേഷ്യന്റിന് കൊടുക്കുന്ന സർവീസാണ്, അല്ലേ? അല്ലേ? അതാ, ഗുഡ്സ് ഡാമേജ് ആയാലും സർവീസ് ഡാമേജ് ആയാലും എവിടെ പോവാം? കൺസ്യൂമർ കോടതിയിൽ പോകാം. ക്രിമിനൽ കോടതിയിൽ പോകാൻ പറ്റുമോ? ഇല്ല. ഇല്ല. സിവിൽ കോടതിയിലും പോകാൻ പറ്റത്തില്ല. അടുത്തത്, ദി ഗീവൺ വൺ വേർഡ് മീനിങ് ബൈ റീസൺ ഓഫ് ഫാക്ട്. ബൈ റീസൺ ഓഫ് ഫാക്ട് എന്നതിന്റെ വൺ വേർഡ് എന്താണ്? ഇപ്സോ ഫാക്ടോ. ഇപ്സോ ഫാക്ടോ. 88. ഇപ്സോ ഫാക്ടോ. അടുത്ത്, റസ് ഇപ്സോ ലിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ, റസ് ഇപ്സ ലിക്യൂട്ടർ എന്ന് പറഞ്ഞാല് അറിഞ്ഞൂടെ? അറിയാം. പറ കേക്കട്ടെ. മറന്നുപോയി. ഒന്നുകൂടെ നോക്ക്. ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. പേജ് നോക്കട്ടെ. അതല്ല, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ. ബാക്കോട്ട് മറിച്ചോക്കട്ടെ. റസ് ഇപ്സ ലിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. അടുത്തത്, ഫാക്ടം വാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചായിരുന്നു നമ്മള്? ഇല്ല. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫാക്ടം വാലന്റ് എന്ന് പറഞ്ഞാൽ
What should not be done? What should not be done? Become valid when already done. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, അതങ്ങ് ചെയ്ത് കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വാലിഡായി. അതിനെയാണ് ഫാക്റ്റം വാലന്റ് എന്ന് പറയുന്നത്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ വാലിഡ് ആവുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാമോ? വണ്ടിയൊക്കെ ഓടിക്കുമ്പോ എന്താ? ഫാക്റ്റം പ്രൊബാൻഡ. പഠിച്ചായിരുന്നോ നമ്മള്? ഇല്ല. ഫാക്റ്റം പ്രൊബാൻഡ. ഫാക്റ്റം പ്രൊബാൻഡം അല്ലേ? ഫാക്റ്റം പ്രൊബാൻഡ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫാക്ട് ഓർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. ഫോർ എക്സാമ്പിൾ, ഫാക്റ്റം പ്രൊബാൻഡ ഈസ് എ ഫാക്ട് ഓഫേർഡ് ഇൻ എവിഡൻസ് ആസ് പ്രൂഫ് ഓഫ് അനദർ ഫാക്ട്. എന്താ? എ ഫാക്ട് ഓഫേർഡ് ഇൻ എവിഡൻസ് ആസ് എ പ്രൂഫ് ഓഫ് അനദർ ഫാക്ട്. എ ഫാക്ട്, ഒരു വസ്തുത, ഓഫേർഡ് ഇൻ എവിഡൻസ്, ഒരു എവിഡൻസിന് വേണ്ടി കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ആസ് എ പ്രൂഫ് ഓഫ് അനദർ ഫാക്ട്, വേറൊരു ഫാക്റ്റ് തെളിയിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഫാക്റ്റ് കൊടുക്കുന്നതിനെയാണ് ഫാക്റ്റം പ്രൊബാൻഡ എന്ന് പറയുന്നത്. അതും ഫാമിലി ലോയിലാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത്. ഫാക്റ്റം പ്രൊബാൻഡ എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്റ്റം പ്രൊബാൻഡ പറഞ്ഞപ്പോൾ അങ്ങോട്ട് കയറി പോയേ. എന്താണ്? എ ഫാക്ട് ഈസ് ഓഫേർഡ് ഇൻ എവിഡൻസ് ആസ് എ പ്രൂഫ് ഇൻ ഓഫ് അനദർ കേസ്. ആൻഡ് ഈസ് എ ഫാക്ട് ദാറ്റ് നീഡ്സ് ടു ബി പ്രൂവ്ഡ്. വേറർത്ഥമുണ്ട്. ദ ഫാക്ട് നീഡ്സ് ടു ബി പ്രൂവ്ഡ്. ഫാക്ട് നീഡ്സ് ടു ബി പ്രൂവ്ഡ്. ഓക്കെ. അടുത്തത്, ഹൂ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ദി pious judge of a high court. ആരാണ്? ജഡ്ജ് അതർ ദാൻ എ ചീഫ് ജസ്റ്റിസ്. യെസ്, ജഡ്ജ് അതർ ദാൻ എ ചീഫ് ജസ്റ്റിസ്. സോ അത് മനസ്സിലായില്ല, എന്താ പറയാൻ കേട്ടില്ല. ഹൂ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് എ പയസ്, എന്താ? പയസ് ജഡ്ജ്. ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. പയസി കുര്യാക്കോസ് എന്ന് പറയുന്ന വേറൊരു ജഡ്ജി ഉണ്ടായിരുന്നു കേട്ടോ ഹൈക്കോടതിയിൽ. പയസ് ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. ജഡ്ജ് എന്ന് എഴുതുന്നത് എങ്ങനാ? ജഡ്ജ് എന്ന് എഴുതിയ ജുഡേജ് എന്നും വായിക്കാം. കണ്ടോ ജഡ്ജ് എന്ന് എഴുതിയേക്കുന്നേ? അത് ജുഡേജ് എന്നും പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നോക്കണ്ട. ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് ആരാണ്? എ ജഡ്ജ് അതർ ദാൻ ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസ് അല്ലാതെ എല്ലാ ജഡ്ജിയും പയസ് ജഡ്ജ് എന്ന് വിളിക്കും. അടുത്തത് 90. ഇതാണ് 90. ലക്ഷദ്വീപ് ഫാൾസ് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് വിച്ച് ഹൈക്കോർട്ട്. ഏതാണ്? ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിൽ വരും? കേരള ഹൈക്കോർട്ട്.
ഹൈക്കോർട്ട് ഓഫ് കേരള. നമ്മൾ മുമ്പേ ആ കർണാടക കോടതിയുടെ കാര്യം, കർണാടകയുടെ അല്ലല്ലോ, കേരളക്ക് 15 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പശ്ചിമ ബംഗാൾ അല്ലേ? പശ്ചിമ ബംഗാളിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കേരള ഹൈക്കോടതി ലക്ഷദ്വീപിന്റെ പരിധിയിൽ വരുമെന്ന്. ലക്ഷദ്വീപ് കേരള ഹൈക്കോടതി പരിധിയിൽ വരും അല്ലേ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. യെസ്, പറയൂ കേക്കട്ടെ, വായിക്കൂ കേക്കട്ടെ. 85. Which act was replaced by the Competition Act 2002, MRTP Act 1969? 86. Powers of the executive is dealt in administrative law. 87. Due to the negligence on the part of a medical practitioner, the patient suffered huge loss. The patient means to seek compensation from the doctor. He can approach Consumer Disputes Redressal Forum. 88. Given one word for the meaning by reason of that fact. Ipso facto. 89. Who is designated as Vice Judge of a High Court, a retired judge? 90. Lakshadweep falls within the jurisdiction of which High Court? Kerala High Court. അന്വേഷണം വായിച്ചേ. 85. Which act was replaced by the Competition Act 2002, MRTP Act 1969? 86. Powers of the executive is dealt in administrative law. 87. Due to the negligence on the part of a medical practitioner, the patient suffered huge loss. The patient means to seek compensation from the doctor. He can approach Consumer Disputes Redressal Forum. 88. Given one word for the meaning by reason of that fact, ipso facto. 89. Who is designated as Vice Judge of a High Court? A judge other than a Chief Justice. 90. Lakshadweep falls within the jurisdiction of which High Court? Kerala High Court. Kerala High Court. Medical service used for investigating crime is known as dash. മെഡിക്കൽ സയൻസിനെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ ഭാഗത്തെ ശാസ്ത്രശാഖയെ എന്തു പറയും? ഫോറൻസിക് സയൻസ്. ഫോറൻസിക് സയൻസ്. ക്രിമിനോളജി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിമിനൽ കേസിനെ ശാസ്ത്രീയമായി സമീപിക്കുന്ന രീതിയെയാണ് ക്രിമിനോളജി എന്ന് പറയുന്നത്. LLMന് ക്രിമിനോളജി ഉണ്ട്. വൺ മിനിറ്റേ മക്കളെ. ഹലോ, ഇന്നലെ നിങ്ങൾ ക്ലാസ്സിൽ വന്നില്ലല്ലോ? അല്ല, ഇതിനകത്ത് വന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ സംസ്ഥാന കമ്മിറ്റി കൂടണമെന്ന്? ആ ആ ഹാ ഹാ നന്നായി. ആ ആ ഞാനേ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ക്രിമിനോളജി. ഫോറൻസിക് സയൻസ് അല്ലേ? ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ സയൻസ് യൂസ്ഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ക്രിമിനൽ കേസസ് ഈസ് ഫോറൻസിക് സയൻസ്. ക്രിമിനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രീയമായി ക്രിമിനൽ കേസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് ക്രിമിനോളജി എന്ന് പറയുന്നത്.
ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോറൻസിക് സയൻസിൽ ഉപയോഗിക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മനസ്സിലായോ? യെസ്. അടുത്തത് ചാറ്റൽ മീൻസ് ഡാഷ്. എന്താണ് ചാറ്റൽ? പ്രോപ്പർട്ടി. ചാറ്റൽ എന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി. അതെ, മൂവബിൾ പ്രോപ്പർട്ടി. ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു കടക്കുക. എന്തോന്ന്? അതിക്രമിച്ചു കടക്കൽ. യെസ്. പിന്നെ എനി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, മൂവബിളും ഇമ്മൂവബിളും ആവാം. കാറ്റിൽ ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ മറ്റൊരാളുടെ പറമ്പിൽ കയറരുത്. അതാണ് കാറ്റിൽ ട്രസ്പാസ് ആക്ട് കേട്ടോ. അപ്പം അവിടെ നമ്മൾ പഠിക്കാനുള്ള എന്തുവാ? ചാറ്റൽ ഈസ് മൂവബിൾ പ്രോപ്പർട്ടി. മനസ്സിലായോ? അടുത്തത് The Competition Act 2002 aimed to protect the interest of dash. കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്? ആരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. 93 അല്ലേ? ദ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ BSNL മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ടെലിഫോൺ അപ്ലൈ ചെയ്താൽ കിട്ടാൻ വലിയ പാടായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ റേഞ്ചും ഇല്ലായിരുന്നു, സമയത്തിന് ലൈൻ കിട്ടത്തില്ല. അപ്പോഴാണ് മൊബൈൽ ഫോൺ വന്നത്, BPL എസ്കോട്ടലും. അതിനുശേഷം റിലയൻസ് വന്നു, 500 രൂപയ്ക്കൊരു ഫോൺ, സ്പോട്ട് കണക്ഷൻ. ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും ഫോണായി. അതോടുകൂടി എന്ത് കുറഞ്ഞു? BSNLന്റെ ടാരിഫ് കുറഞ്ഞു. അതാണ് കോമ്പറ്റീഷൻ ആക്ട് 2000 എയിം ചെയ്യുന്നത്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ. മനസ്സിലായോ? ദ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ഈസ് ഇൻ ഡാഷ്. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഭോപ്പാൽ. ഭോപ്പാൽ. ഭോപ്പാൽ ഏതിൻ്റെ തലസ്ഥാനമാണ്? മക്കളെ വിടുന്നില്ലേ? ലോക് ആധാർ മീൻസ്, സോറി, ലോക അദാലത്ത് മീൻസ് പീപ്പിൾസ് കോർട്ട്. ലോക് എന്ന് പറഞ്ഞാൽ ജനം, അദാലത്ത് എന്ന് പറഞ്ഞാൽ കോടതി. ലോക അദാലത്ത് മീൻസ് പീപ്പിൾസ് കോർട്ട്. മനസ്സിലായോ? ഇൻ ക്യാമറ മീൻസ് ഇൻ പ്രൈവറ്റ്. എന്തോന്നാ? ഇൻ ക്യാമറ. പ്രത്യേകിച്ചും റേപ്പ് കേസുകൾ, പിന്നെ ഫാമിലി മാറ്റേഴ്സ്, ഡൈവോഴ്സ്, സെക്ഷലി അസാൾട്ടഡ് കേസുകൾ, ഇതെല്ലാം ഇൻ ക്യാമറയിലാണ് നടത്തുക, ഇൻ പ്രൈവറ്റ്. എൻകുംബ്രൻസ് മീൻസ്
ലൈബിലിറ്റി ഓൺ എ പ്രോപ്പർട്ടി. എൻകുംബ്രൻസ് എന്ന് പറഞ്ഞാൽ ബാധ്യത. ലൈബിലിറ്റി ഓഫ് എ പ്രോപ്പർട്ടി. വില്ലേജ് ഓഫീസിൽ പോയി ഒരു ഭൂമിയുടെ ആവശ്യത്തിന് പോവുകയാണെങ്കിൽ എൻകുംബ്രൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും, ബാധ്യതാ സർട്ടിഫിക്കറ്റ്. അടുത്തത് ക്യാറ്റ്, CAT, ക്യാറ്റ്, പൂച്ച. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നാണ് പൂച്ചയെ അറിയപ്പെടുന്നത്. എന്താണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, പൂച്ച, ക്യാറ്റ്. മനസ്സിലായോ? യെസ്, വായിച്ചോളൂ. Medical science used for investigating crime is known as forensic science. 92. Chattel means movable property. 93. The Competition Act 2002 aimed to protect the interest of the consumers. 94. National Judicial Academy is in Bhopal. Log Adalat means people's court. In camera means in private. Encumbrance means liability on property. CAT stands for Central Administrative Tribunals. 91. Medical science used for investigating crime is known as forensic science. 92. Chattel means movable property. 93. The Competition Act 2002 aims to protect the interest of the consumers. 94. National Judicial Academy is in Bhopal. Log Adalat means people's court. In camera means in private. Encumbrance means for Central Administrative Tribunal.